ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർലമെൻ്ററി ഫോം ഓഫ് ദ ഗവൺമെൻറ്റും പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കിയായിരുന്നു. നമ്മൾ ഇന്ത്യയിൽ പിന്തുടർന്നു പോരുന്ന പാർലമെൻ്ററി ഫോം ഓഫ് ദ ഗവൺമെൻറ്റിൻ്റെ മെറിറ്റ്സുകളും ഡീമെറിറ്റ്സുകളും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാർലമെൻ്ററി ഫോം ഓഫ് ദ ഗവൺമെൻറ്റിൻ്റെ മെറിറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലൊന്നാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലെജിസ്ലേറ്റീവിനും എക്സിക്യൂട്ടീവ്സിനും ഇടയിൽ ഒരു ഹാർമോണി നിലനിൽക്കുന്നു എന്നതാണ്. ഒരു പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ് അവിടെയുള്ള എക്സിക്യൂട്ടീവ് ഓർഗൻസും ലെജിസ്ലേറ്റീവ് ഓർഗൻസിനും ഇടയിൽ നല്ലൊരു ഹാർമോണിയലായിട്ടുള്ള റിലേഷൻഷിപ്പും കോഓപ്പറേഷനും എല്ലാം നിലനിൽക്കുന്നു എന്നുള്ളത്. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവിൻ്റെ തന്നെ ഒരു പാർട്ടാണ്. അവർ എപ്പോഴും പരസ്പരം സഹകരിച്ചും തമ്മിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുമായിരിക്കും വർക്ക് ചെയ്യുകയുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവ്സും ലെജിസ്ലേറ്റീവും തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്കിടയിൽ വളരെ കുറവാണ്. രണ്ടാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നതാണ്. ഇതിൻ്റെ വെരി നേച്ചർ വെച്ച് തന്നെ പാർലമെൻ്ററി സിസ്റ്റം എപ്പോഴും ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ് ആണ്. മിനിസ്റ്റേഴ്സ് എപ്പോഴും അവർ ചെയ്യുന്ന എല്ലാ ആക്റ്റുകൾക്കും പാർലമെൻറ്റിനോട് റെസ്പോൺസിബിൾ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. പാർലമെൻറ്റിന് മിനിസ്റ്റേഴ്സിന് മേലെ കൺട്രോൾ ചെയ്യുവാനായിട്ട് ഒരുപാട് വേരിയസ് ഡിവൈസസും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ അവർ, ഡിസ്കഷൻസ്, അഡ്ജർൺമെൻറ്റ് മോഷൻ, നോ കോൺഫിഡൻസ് മോഷൻ തുടങ്ങിയ ഒരുപാട് ഡിവൈസസ് പാർലമെൻറ്റിന് ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്തൊരു മെറിറ്റ് എന്ന് പറയുന്നത് ഇത് ഡെപ്പോട്ടിസം അല്ലെങ്കിൽ ഒരു ഏകാധിപത്യം വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യും എന്നതാണ്. നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു നമ്മുടെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്. എന്നാൽ ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, പകരം ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ അതോറിറ്റിയെല്ലാം ഡിസ്പേഴ്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ എക്സിക്യൂട്ടീവിൻ്റെ ഒരു ഡിക്റ്ററ്റോറിയലായിട്ടുള്ള ടെൻഡൻസി എപ്പോഴും ചെക്ക് ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മൾ പറഞ്ഞു എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പാർലമെൻറ്റിനോട് എപ്പോഴും റെസ്പോൺസിബിൾ ആണ്. അതുപോലെ തന്നെ ഒരു നോ കോൺഫിഡൻസ് മോഷൻ പാസ്സാക്കിക്കൊണ്ട് ഒരു എക്സിക്യൂട്ടീവിനെ എപ്പോഴും താഴെ ഇറക്കുവാനുള്ള അധികാരം പാർലമെൻറ്റിനുണ്ട്. അടുത്ത മെറിറ്റാണ് ഒരു റെഡി അൾട്ടർനേറ്റീവ് ഗവൺമെൻറ് എന്നത്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാരണമുണ്ടായി റൂളിംഗ് പാർട്ടി അധികാരം നഷ്ടപ്പെട്ടാൽ ആ സമയം പ്രസിഡൻറ്റിന് ഒപ്പോസിഷൻ പാർട്ടീനെ ഒരു സർക്കാർ രൂപീകരിക്കുവാനായിട്ട് വിളിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു ഫ്രഷ് ഇലക്ഷൻ നടത്താതെ തന്നെ അൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു ഗവൺമെൻറ് അധികാരത്തിൽ വരുവാനുള്ള സാഹചര്യം എപ്പോഴും പാർലമെൻ്ററി ഫോം ഓഫ് ദ ഗവൺമെൻറ്റിൽ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഐവർ ജെന്നിങ്സ് ലീഡർ ഓഫ് ഒപ്പോസിഷനെ വിളിക്കുന്നത് അൾട്ടർനേറ്റീവ് PM എന്നാണ്. അടുത്തൊരു മെറിറ്റ് എന്ന് പറയുന്നത് വളരെ വൈഡായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ഈ ഒരു പാർലമെൻ്ററി ഫോം ഓഫ് ദ ഗവൺമെൻറ്റിൽ ഉണ്ടെന്നുള്ളതാണ്. അതായത് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. സാധാരണ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് മിനിസ്റ്റേഴ്സായിട്ട് മാറുന്നത്. ഈ മിനിസ്റ്റേഴ്സ് തന്നെയാണ് പിന്നീട് എക്സിക്യൂട്ടീവ്സായിട്ടും മാറുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ പെടുന്ന വിവിധ ജനവിഭാഗത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. പ്രൈം മിനിസ്റ്ററും ഇതുപോലെ തന്നെ ക്രൈറ്റീരിയാസ് നോക്കിയിട്ടായിരിക്കും മിനിസ്റ്റേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ഇതൊക്കെയാണ് പാർലമെൻ്ററി ഫോം ഓഫ് ദ ഗവൺമെൻറ്റിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നിങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഓരോ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും പൊളിറ്റീഷ്യൻസിനെയാണ്. അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷൻ ഉണ്ടാകാത്തത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇലക്ഷന് വോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബാക്ക്വേർഡിൽ നിൽക്കുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന കുറച്ച് സമൂഹത്തിലുള്ളൊരു വ്യക്തികളാണെന്ന് വിചാരിക്കുക. ആ ഒരു സമൂഹത്തിൽ നിന്നും ആ ഒരു സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന എത്രയോ അധികം ആൾക്കാർ കാണും. ഇന്ന് വരെ അങ്ങനെ ഒരാൾ നമ്മുടെ സൊസൈറ്റി ജയിപ്പിക്കാറില്ല. റാദർ നമ്മൾ ജയിപ്പിക്കുന്നത് ആരെയാണ്? നമ്മൾ ഈ രാഷ്ട്രീയത്തിൻ്റെ പുറകിൽ തിന്നു കൊഴുത്ത് നിൽക്കുന്ന കുറേ പൊളിറ്റീഷ്യൻസിന് നമ്മൾ ജയിപ്പിക്കും. എന്നിട്ട് നമ്മൾ പറയും നമുക്ക് വേണ്ട അഡീക്വേറ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ കിട്ടുന്നില്ല എന്ന്. അപ്പോൾ അത് ആരുടെ കുഴപ്പമാണ്? നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണോ? അതോ വോട്ട് ചെയ്യുന്ന സമയത്ത് റിലീജിയനും അതുപോലെ തന്നെ പൊളിറ്റിക്സും കുത്തിക്കയറ്റി വോട്ട് ചെയ്യുന്ന നമ്മുടെ കുഴപ്പമാണോ എന്ന് സ്വയം നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഓക്കെ, ഇനി നമ്മുടെ പാർലമെൻ്ററി ഫോം ഓഫ് ദ ഗവൺമെൻറ്റിൻ്റെ ഡീമെറിറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞു, പക്ഷേ അതിൻ്റെ ഒരു ടെന്യൂർ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഗ്യാരണ്ടി ഒന്നും ഇവിടുത്തെ സർക്കാരിനില്ല.
അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേബിൾ ഗവൺമെൻറ്റാണ് പാർലമെൻ്ററി സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പം നമുക്കറിയാം ചില സാഹചര്യങ്ങളിൽ കൂറുമാറ്റമൊക്കെ നടക്കുകയാണ്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഭരിക്കുന്ന പാർട്ടിയുടെ മെജോറിറ്റി നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഒരു മൾട്ടി പാർട്ടി കൊയാലിഷൻ ഗവൺമെൻറ്റൊക്കെ നിലവിൽ വരുന്ന സമയം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഇടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസം അവർ നൽകുന്ന സപ്പോർട്ട് പിൻവലിക്കുന്നതിനുള്ള കാരണമായിട്ടൊക്കെ മാറും. നമുക്കിപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ മൊറാർജി ദേശായി ഗവൺമെൻറ്, VP സിംഗ് ഗവൺമെൻറ്റൊക്കെ താഴെ പോകുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അൺസ്റ്റേബിൾ ഗവൺമെൻറ്റാണ് പാർലമെൻ്ററി സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അടുത്തൊരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പോളിസീസിലൊന്നും ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകില്ല എന്നുള്ളതാണ്. സാധാരണയായിട്ടൊരു ലോങ് ടേം പോളിസിയുടെ ഫോർമുലേഷനോ ഇംപ്ലിമെൻറ്റേഷനോ ഒന്നും പാർലമെൻ്ററി സിസ്റ്റം പ്രാക്ടിക്കലായിട്ട് നടക്കില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ അൺസർട്ടനിറ്റി തന്നെയാണ് ഇതിന് കാരണം. ഗവൺമെൻറ് മാറുന്ന സമയം എന്തായിരിക്കും, അവരുടെ പോളിസീസ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ NDA ഭരിക്കുന്ന സമയത്ത് NDAയുടെ പോളിസീസ് ആയിരിക്കത്തില്ല, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ പോളിസീസ്. അതുകൊണ്ട് തന്നെ പോളിസീസിൽ എപ്പോഴും ഒരു അൺസർട്ടനിറ്റി ഉണ്ടാകും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ഇവിടെ മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെൻറ്റിനെ അനേകം പോളിസികൾ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ പഴയ പോളിസീസിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അടുത്തൊരു ഡീമെറിറ്റാണ് ക്യാബിനറ്റിൻ്റെ ഡിക്റ്റേറ്റർഷിപ്പ്. നമുക്കറിയാം ഭരണത്തിലിരിക്കുന്ന പാർട്ടി ആയിരിക്കും എപ്പോഴും പാർലമെൻറ്റിൽ മെജോറിറ്റി ഉണ്ടായിരിക്കുക. ക്യാബിനറ്റ് എന്നത് റൂളിംഗ് പാർട്ടിയുടെ ഓട്ടോക്രാറ്റിക് ആയിട്ട് വരുന്നൊരു ഗ്രൂപ്പിനുള്ളിൽ നിൽക്കുന്ന കാര്യമാണ്. ഒരു സിംഗിൾ പേഴ്സൺ അല്ല എങ്കിൽ പോലും ഏകദേശം ഒരേ പൊളിറ്റിക്കൽ ഐഡിയോളജി വരുന്ന, പൊളിറ്റിക്കലി ഒരുപോലെ ചിന്തിക്കുന്ന ആളുകളാണ് ക്യാബിനറ്റിനുള്ളിൽ വരിക. അതുകൊണ്ട് തന്നെ അവർ ഇവിടെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഡിക്റ്റാറ്റർഷിപ്പ് ആക്കി മാറ്റുവാനും സാധിക്കുന്നതാണ്. അടുത്തൊരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് പവേഴ്സിന് എഗെയിൻസ്റ്റ് ആണെന്നുള്ളതാണ്. പാർലമെൻ്ററി സിസ്റ്റം നമ്മൾ പറഞ്ഞു ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും എപ്പോഴും ഇൻ്റർഡിപ്പെൻഡൻറ്റും ഇൻസെപ്പറേറ്റബിളുമാണ്. എപ്പോഴും ഒരുമിച്ച് തന്നെ ഇവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ എപ്പോഴും ക്യാബിനറ്റ് എന്നത് ഒരേ സമയം എക്സിക്യൂട്ടീവിൻ്റെയും ലെജിസ്ലേറ്റീവിൻ്റെയും ലീഡർ എന്നതുപോലെയാണ് പ്രവർത്തിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സെപ്പറേഷൻ ഓഫ് പവേഴ്സിനേക്കാളും ഫ്യൂഷൻ ഓഫ് പവേഴ്സ് ആയിരിക്കും നടക്കുക. അടുത്തൊരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഈ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ബൈ അമേച്ചേഴ്സ് ആയിരിക്കും. അതായത് ഓരോരോ മേഖലകളിലും എത്തുന്ന മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആ മേഖലയുമായി യാതൊരു അറിവുമുള്ള വ്യക്തികളാകണമെന്നില്ല. നമ്മുടെ പ്രൈം മിനിസ്റ്റർ MP-മാരിൽ നിന്നും കുറച്ച് മിനിസ്റ്റേഴ്സിനെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് മാത്രം. എന്നിട്ടും ഇങ്ങനെയൊക്കെയുള്ളൊരു പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് നമ്മൾ അഡോപ്റ്റ് ചെയ്തു, പ്രസിഡൻഷ്യൽ സിസ്റ്റം നമ്മൾ ചെയ്തുമില്ല. അതിനുള്ള ആദ്യത്തെ കാരണം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സമ്പ്രദായമായിരുന്നു ഇതെന്നുള്ളത് കൊണ്ടാണ്. വലിയൊരു കാലം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ പാർലമെൻ്ററി സമ്പ്രദായത്തിൽ കൂടിയായിരുന്നു നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് KM മുൻഷി പറഞ്ഞത് കഴിഞ്ഞ 30-40 വർഷങ്ങൾ കൊണ്ട് ഗവൺമെൻറ്റിന് ഒരു റെസ്പോൺസിബിലിറ്റിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രഡീഷനെല്ലാം പാർലമെൻ്ററി ആയാണ് നിലനിൽക്കുന്നത്. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം നമുക്കുള്ളപ്പോൾ എന്തിനാണ് നമ്മൾ വീണ്ടും തിരിച്ചു പോയി വേറൊരു സിസ്റ്റം തിരഞ്ഞെടുക്കുന്നത്? അതിലും നല്ലത് നമുക്കുള്ള കാര്യങ്ങൾ തന്നെ മെച്ചപ്പെടുത്തുന്നതല്ലേ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് മോർ റെസ്പോൺസിബിലിറ്റി എന്നതിന് പ്രിഫറൻസ് കൊടുത്തു എന്നുള്ളതുകൊണ്ടാണ്. ഡോക്ടർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയിൽ പോയിൻ്റ് ഔട്ട് ചെയ്ത കാര്യമാണ് ഒരു ഡെമോക്രാറ്റിക് എക്സിക്യൂട്ടീവിന് പ്രധാനമായിട്ടും 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒന്നാമത്തത് സ്റ്റെബിലിറ്റി, രണ്ടാമത്തത് റെസ്പോൺസിബിലിറ്റി. പക്ഷേ ഇത് രണ്ടും ഒരു ഈക്വൽ ഡിഗ്രിയിൽ എൻഷർ ചെയ്യാനായിട്ട് ഒരു സിസ്റ്റത്തിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ USA സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും, എന്നാൽ അവിടെ റെസ്പോൺസിബിലിറ്റി കുറവായിരിക്കും. എന്നാൽ ബ്രിട്ടനിൽ റെസ്പോൺസിബിലിറ്റി കൂടുതലായിരിക്കും, എന്നാൽ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. നമ്മുടെ ഭരണഘടന വന്നപ്പോൾ പാർലമെൻ്ററി സിസ്റ്റം തിരഞ്ഞെടുത്തതിന് കാരണം സ്റ്റെബിലിറ്റി എന്നതിനേക്കാളും റെസ്പോൺസിബിലിറ്റിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തത്. മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവിനും ഇടയിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കണമെന്നുള്ള ആവശ്യകതയും പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ് നമ്മൾ തിരഞ്ഞെടുക്കാതിരിക്കുവാനുള്ള കാരണമായിട്ടുണ്ട്. നമുക്കെപ്പോഴും വേണ്ടത് രാജ്യത്തിൻ്റെ വികസനത്തിന് മാനിഫോൾഡ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് തിരഞ്ഞെടുക്കുകയോ ചെയ്തു. ഇപ്പോൾ ഒരു പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ് ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിനിടയിൽ ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവിനും ഇടയിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ് നമ്മൾ തിരഞ്ഞെടുക്കാതിരുന്നത്. അങ്ങനെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? നമുക്ക് പല വികസന പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. അതും ഒരു റീസണാണ് നമ്മൾ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് തിരഞ്ഞെടുത്തതിന്. അടുത്തൊരു കാരണം
നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ നേച്ചർ തന്നെയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. ഇവിടെ വളരെ ഹെട്രോജീനിയസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ് നിലവിലുള്ളത്. വളരെ കോംപ്ലക്സ് ആയ ഒരു പ്ലൂറൽ സൊസൈറ്റിയാണ് നമുക്കിവിടെ നിലനിൽക്കുന്നത്. ഭരണഘടന നിർമ്മിച്ച സമയം അവർക്കൊണ്ടൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെയുള്ള വേരിയസ് സെക്ഷനുകളിലും വേരിയസ് ഇൻട്രസ്റ്റുകളിലും വേരിയസ് റിലീജിയണിലും ഒക്കെയുള്ള ആൾക്കാർക്ക് ഒരു വൈഡ് റേഞ്ച് ഓഫ് റെപ്രസെൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു സമ്പ്രദായത്തിന് സാധിക്കുന്നതാണ്. ഇതിലൂടെ ജനങ്ങൾക്കിടയിൽ ഒരു നാഷണൽ സ്പിരിറ്റ് പ്രൊമോട്ട് ചെയ്യുവാനും ഒരു യുണൈറ്റഡ് ഇന്ത്യ എന്ന കൺസെപ്റ്റ് ബിൽഡ് ചെയ്യുവാനുമൊക്കെയായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു പാർലമെൻ്ററി സമ്പ്രദായം തന്നെ തുടർന്ന് പോകണോ, പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറണോ എന്ന് 1970കളിൽ ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി പഠിക്കുവാനായിട്ട് സ്വരൺ സിംഗ് കമ്മിറ്റീനെ 1975 അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു കമ്മിറ്റി പഠനങ്ങൾക്ക് ശേഷം അഭിപ്രായപ്പെട്ടത് പാർലമെൻ്ററി സമ്പ്രദായം ഈ രാജ്യത്ത് വളരെ നല്ലതായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റം വെച്ച് റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇന്ത്യയിൽ നിലനിൽക്കുന്ന പാർലമെൻ്ററി സമ്പ്രദായവും ബ്രിട്ടനിൽ നിൽക്കുന്ന പാർലമെൻ്ററി സമ്പ്രദായം തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അവ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഇന്ത്യയിലൊരു റിപ്പബ്ലിക്കൻ സിസ്റ്റമാണ് പിന്തുടർന്ന് പോരുന്നത്, എന്നാൽ ബ്രിട്ടീഷിൽ ഒരു മൊണാർക്കിൽ സിസ്റ്റമാണ് പിന്തുടർന്ന് പോരുന്നത്. ഇന്ത്യയുടെ നോമിനൽ ഹെഡായ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്റ്റേറ്റിൻ്റെ തലവനായ വ്യക്തി എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. എന്നാൽ ബ്രിട്ടനിൽ അത് രാജാവോ രാജ്ഞിയോ ആയിരിക്കും. അത് പാരമ്പര്യമായിട്ട് അവർക്ക് പിന്തുടർന്ന് വരുന്ന ഒന്നാണ്. ഇനി നമ്മൾ ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റം പാർലമെൻറ്റിൻ്റെ ഒരു സോവേറിനായിട്ടുള്ള പൊസിഷൻ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലെ പാർലമെൻറ്റ് അത്രയും സുപ്രീമായിട്ടുള്ള ഒന്നല്ല. ഒരുപാട് റെസ്ട്രിക്ഷനും ലിമിറ്റഡ് ആയിട്ടുള്ള പവേഴ്സുമാണ് നമ്മുടെ പാർലമെൻറ്റിനെ എൻജോയ് ചെയ്യുന്നത്. കാരണം നമുക്കൊരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, ഒരു ഫെഡറൽ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, ജുഡീഷ്യൽ റിവ്യൂ നിലനിൽക്കുന്നുണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന ആശയം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെയുള്ള പവേഴ്സൊക്കെ ലിമിറ്റഡ് ആണ്. മൂന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ബ്രിട്ടനിൽ പ്രൈം മിനിസ്റ്റർ എപ്പോഴും ലോവർ ഹൗസിലെ മെമ്പർ ആയിരിക്കും, അതായത് ഹൗസ് ഓഫ് കോമൺസിലെ മെമ്പർ ആയിരിക്കും. എന്നാൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഹൗസിലെ മെമ്പർ ആകുന്ന വ്യക്തിക്ക് പ്രൈം മിനിസ്റ്റർ ആകുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്ത്യയിൽ പാർലമെൻറ്റിൽ മെമ്പർ അല്ലാത്ത വ്യക്തിക്കും പ്രൈം മിനിസ്റ്റർ ആകാം. 6 മാസത്തിനുള്ളിൽ പാർലമെൻറ്റിൽ അംഗമായാൽ മതിയായിരിക്കും. എന്നാൽ ബ്രിട്ടനിൽ ഇത് സാധ്യമല്ല. നിലവിൽ മെമ്പർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പാർലമെൻറ്റിൽ പ്രധാനമന്ത്രിയാകാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തൊരു ഡിഫറൻസ്, ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ മിനിസ്റ്റേഴ്സിന് എപ്പോഴും ഒരു ലീഗൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. എന്നാൽ ഇന്ത്യയിൽ ഒരു മിനിസ്റ്റർ ചെയ്ത കാര്യത്തിന് ഒരു ലീഗൽ റെസ്പോൺസിബിലിറ്റി ആയിരിക്കത്തില്ല. ബ്രിട്ടനിലെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിൻ്റെ ഒഫീഷ്യൽ ആക്ട്സിനെ ഒരു മിനിസ്റ്റർ കൗണ്ടർ സൈൻ ചെയ്യണം. എന്നാൽ ഇന്ത്യയിൽ ഒരിക്കലും പ്രസിഡൻറ്റ് സൈൻ ചെയ്തതിന് മുകളിൽ മിനിസ്റ്റർ സൈൻ ചെയ്യേണ്ട ആവശ്യം നിലവിലില്ല. അടുത്തത് ബ്രിട്ടീഷ് ക്യാബിനറ്റ് സിസ്റ്റത്തിലുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള കാര്യമാണ് ഷാഡോ ഗവൺമെൻറ്. അതെപ്പോഴും ഒരു ഒപ്പോസിഷൻ പാർട്ടി ഫോം ചെയ്ത് നിർത്തുന്ന ഒരു ക്യാബിനറ്റ് ആയിരിക്കും. അതായത് റൂളിംഗ് ക്യാബിനറ്റിനെ ബാലൻസ് ചെയ്യുവാനും ഫ്യൂച്ചറിൽ മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് മെമ്പേഴ്സിനെ പ്രിപ്പയർ ചെയ്യാനായിട്ടും ഒക്കെ ഉള്ളതാണ് ഷാഡോ ക്യാബിനറ്റ് എന്നുള്ളത്. അത് നമ്മുടെ രാജ്യത്ത് നിലവിലില്ല. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഫൈനലിൽ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ പോസിറ്റീവായിട്ട് ക്രിറ്റിസിസംസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുന്നുണ്ടെങ്കിൽ അത് തിരുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.